ഡേറ്റ ടൈപ്പിൽ വരുന്നത് നമ്മൾ കണ്ടിരുന്നു ലിസ്റ്റ്, ടപ്പിൾ ആൻഡ് റേഞ്ച്. ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ഡിക്ഷണറി പോലെ തന്നെയാണ് ഇതിൻ്റെയും ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു വേർഡിൻ്റെ മീനിങ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിക്ഷണറി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആ വേർഡ് വരുന്ന പേജ് കണ്ടുപിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ആ വേർഡിന് ഇക്വലൻ്റായിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ മീനിങ്, അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ, ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതിലുണ്ടാവും. സോ എന്ന് പറഞ്ഞ പോലെ തന്നെ പൈത്തണിലും ഡിക്ഷണറി എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ഒരു കീ വാല്യൂ പെയർ ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനാണ്. ഇപ്പം നമുക്ക് കുറേ ആളുകളുടെ ഫോൺ നമ്പർ, നെയിം ആൻഡ് ഫോൺ നമ്പർ അസോസിയേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിക്ഷണറി ആയിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പം ആളുകളുടെ പേര് എന്ന് പറയുന്നത് അതിൻ്റെ കീ വാല്യൂ, അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ആ കീ വാല്യൂവിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പെയർ വാല്യൂ എന്ന് പറയുന്നത് അവരുടെ ഫോൺ നമ്പറും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ബേസിക്കായിട്ട് ഒരു ഡിക്ഷണറി പൈത്തണിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ എനിക്ക് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാക്കറ്റ്സ് ഈ കേളി ബ്രേസസ് എന്ന് പറയുന്ന ഈ ബ്രാക്കറ്റ്സ് ആണ്. ഓക്കെ, സോ എൻ്റെ വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് അകത്ത് ഒരു കീ വാല്യൂ. സോ കീ വാല്യൂ എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള പെയർ വാല്യൂ ഒരു കോളൻ ഇട്ടതിന് ശേഷം ഞാൻ കൊടുക്കുന്നു. അതും വീണ്ടും ഒരു സ്ട്രിങ് ആണ്, ICT എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ എനിക്ക് ഒരു കീ വാല്യൂവും ഒരു പെയർ വാല്യൂവും മാത്രം പോരാ, വൺ മോർ കീ വാല്യൂവും വൺ മോർ പെയർ വാല്യൂവും വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കോമ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ സിറ്റി എന്ന് പറയുന്ന ഒരു കീ വാല്യൂ, അതിന് ഇക്വലൻ്റായിട്ട് തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഒരു പെയർ വാല്യൂവും ഞാൻ കൊടുത്തിരിക്കുന്നു. സോ ഇതിന് ശേഷം എനിക്ക് ഡിക്ഷണറി ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സപ്പോസ് ഇങ്ങനെ ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഡേറ്റ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഡിക്ഷണറി ഡേറ്റ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, ഡിക്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇനി സപ്പോസ് എനിക്ക് ഒരു കീ വാല്യൂൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള പെയർ വാല്യൂ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നമ്മൾ ലിസ്റ്റിലൊക്കെ യൂസ് ചെയ്ത പോലെ തന്നെ നമ്പേഴ്സ് വെച്ച് ഇൻഡെക്സ് ചെയ്യുന്നതിന് പകരം നമ്മളതിൻ്റെ കീ വാല്യൂ വെച്ച് ഇൻഡെക്സ് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ ഡേറ്റ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് കൊടുത്താൽ എനിക്ക് ICT എന്ന് തിരിച്ച് അതിൻ്റെ പെയർ വാല്യൂ തിരിച്ച് കിട്ടും. അതുപോലെ ഡേറ്റ ഓഫ് സിറ്റി എന്ന് പറഞ്ഞ് കൊടുത്താൽ എനിക്ക് തിരുവനന്തപുരം എന്ന് പറഞ്ഞ വാല്യൂ, അതിൻ്റെ പെയർ വാല്യൂ തിരിച്ച് കിട്ടും. ഇനി നമ്മൾ ടപ്പിളിൽ കണ്ടിരുന്നു അത് മ്യൂട്ടബിൾ അല്ല എന്ന്. മ്യൂട്ടബിൾ മീൻസ് നോട്ട് എഡിറ്റബിൾ. ബട്ട് ഡിക്ഷണറിയിൽ നമുക്കത് പുതിയ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പുതിയ കീ വാല്യൂ പേഴ്സ് ആഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഓർഡറിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫസ്റ്റ് വരുന്നു, ഈ ഒരു റോ ഫസ്റ്റ് വരുന്നു, ഈ ഒരു റോ സെക്കൻഡ് വരുന്നു എന്നൊന്നും നമുക്കൊരു ഇൻഡെക്സിങ്, നമ്പേർഡ് ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സിങ് ഇല്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ ഒരു ഓർഡറിങ് ഇതിൽ ഇല്ല. ഓക്കെ, ഇപ്പോൾ സപ്പോസ് എനിക്കിതിൻ്റെ അകത്ത് ഒരു പുതിയൊരു കീ വാല്യൂ പെയർ കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കിതുപോലെ ഡേറ്റ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കേരള എന്ന് പറഞ്ഞ വാല്യൂ കൂടെ അതിലോട്ട് അസൈൻ ചെയ്യാൻ സാധിക്കും. അതിനുശേഷമാണ് ഞാൻ ഡേറ്റ എന്ന് പറയുന്ന ഡിക്ഷണറി വേരിയബിൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഫുൾ പിക്ചർ തിരിച്ച് കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ഒരു റോ മാത്രമല്ല 3 റോ ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീ വാല്യൂ, അതിൻ്റെ പെയർ വാല്യൂ എന്ന് പറയുന്ന ICT, സിറ്റി എന്ന് പറയുന്ന കീ വാല്യൂ, അതിൻ്റെ പെയർ വാല്യൂ തിരുവനന്തപുരം, സ്റ്റേറ്റ് എന്ന് പറയുന്ന കീ വാല്യൂ, അതിൻ്റെ പെയർ വാല്യൂ കേരള. സോ ഇതിൽ കുറച്ച് അഡീഷണൽ ഫങ്ഷൻസ് കൂടെ വരുന്നുണ്ട്. അതായത് നമുക്ക് കീ വാല്യൂസ് മാത്രമായിട്ട്, ഒരു ഡിക്ഷണറിയിലുള്ള കീ വാല്യൂസ് മാത്രമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഡിക്ഷണറിയുടെ പേര് ഡോട്ട് കീസ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കൊടുക്കുക. ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന് ബ്രാക്കറ്റ് വേണം. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂസ് കിട്ടും. അതുപോലെ ഡേറ്റ ഡോട്ട് വാല്യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പെയർ വാല്യൂസ് മാത്രമായിട്ട് നമുക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, സോ ഇവിടെ ഞാൻ ഈ ഡേറ്റ ടൈപ്പ് എടുത്ത് പ്രിൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ സിമ്പിളി ടൈപ്പ് ഡേറ്റ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം എനിക്ക് ഡിക്റ്റ് എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രിൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം എനിക്കതിൻ്റെ ക്ലാസ് ടൈപ്പ് ആണ് കിട്ടുന്നത്. സോ ക്ലാസ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. ബട്ട് ബേസിക്കലി അതൊരു സെയിം ഇൻഫർമേഷൻ തന്നെയാണ്, ബട്ട് 2 രീതിയിൽ കാണിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ റൺ ചെയ്യുന്നതെല്ലാം ഒരു ഗൂഗിൾ കൊലാബ് അല്ലെങ്കിൽ ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എൻവയോൺമെൻറ്റിലാണ്. അതുകൊണ്ടാണ് എനിക്കിവിടെ പ്രത്യേകിച്ച് എടുത്ത് പ്രിൻറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത്
ഇത് കൊടുക്കേണ്ട ആവശ്യം വരാത്തത്. പക്ഷേ നിങ്ങൾ സ്ക്രിപ്റ്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് .py എക്സ്റ്റൻഷനുള്ള സ്ക്രിപ്റ്റ് ഫയലിലാണ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെസിഫിക്കലി ഇങ്ങനെ പ്രിൻ്റ് എന്ന് പറഞ്ഞെടുത്ത് കൊടുത്താൽ മാത്രമേ ഒരു വേരിയബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൻ്റെ അകത്തുള്ള ഒരു വാല്യൂ നമുക്ക് പ്രിൻ്റ് ചെയ്ത് പലപ്പോഴും കാണാൻ സാധിക്കും. ഓക്കെ, സോ അത് നമ്മുടെ IDE അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു ചെറിയ ഒരു വേരിയേഷൻ, വ്യത്യാസം കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇങ്ങനെ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് കൊടുത്ത് ശീലിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, ബിക്കോസ് അതെല്ലാ സിറ്റുവേഷനിലും വർക്ക് ചെയ്യും. ഓക്കെ.